ഒരു ജോബിൽ കയറുന്നു, ഇങ്ങനെയുള്ള ഒരാളൊരു ജോബിൽ കയറുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും ഒരു നല്ല സാലറിയിൽ പ്ലേസ്ഡ് ആവാൻ കഴിയില്ല. ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും, എന്തായാലും ഒരു നല്ല ഇൻകം ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ടാവും. പക്ഷെങ്കിൽ സ്റ്റിൽ ഒരു ചെറിയ സാലറിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിപ്രഷൻ പോലെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒന്ന് തോന്നുക, ഒന്ന് ഗൾഫിൽ പോയാൽ ചിലപ്പം രക്ഷപ്പെടും എന്ന് കരുതി ഗൾഫിൽ പോയി അവിടെയും നിന്ന് പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. നമ്മൾ പഠിച്ചതും നമ്മൾ ചെയ്യുന്ന ജോലിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പൊതുവെ ചില വിദ്യാർത്ഥികളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്, ഇപ്പം ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ലേസി ആയിട്ട് ആ കോഴ്സിനെ കാണുകയും അതിൻ്റെ ഒരു ഓളത്തിൽ, അതിൻ്റെ ഒരു ഒഴുക്കിൽ അങ്ങനെ പഠിച്ച് പോവുകയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു കൂട്ടം ആളുകൾ പല കോഴ്സിനും ഇമ്മീഡിയറ്റ്ലി തന്നെ ചില കോഴ്സുകളിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും അവിടെ നാട്ടിൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യട്ടെ, ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞതല്ലേ, കുറച്ച് ഗ്യാപ്പ് എടുക്കാം എന്നൊക്കെ കരുതി ഗ്യാപ്പ് എടുത്ത് നാട്ടിലെ ഏറ്റവും അവസാനമായിട്ടുള്ള ആൾ പോലും എന്താണ് ചെയ്യുന്നത്, നീ ഒന്നും ചെയ്യുന്നില്ല ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ചിലപ്പം എന്തെങ്കിലും ഒരു കോഴ്സിന് പോയി ചേർന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ലൈഫിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ലൈഫ് ഗ്രോത്ത് പോകുന്നു. ഒരു ജോബിൽ കയറുന്നു, ഇങ്ങനെയുള്ള ഒരാളൊരു സാലറിയിൽ പ്ലേസ്ഡ് ആവാൻ കഴിയില്ല, സമയമെടുക്കും. സോ അവരാണെങ്കിൽ ഒരു പക്ഷേ അപ്പോഴത്തേക്കും ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും, എന്തായാലും ഒരു നല്ല ഇൻകം ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ടാവും. പക്ഷെങ്കിൽ സ്റ്റിൽ ഒരു ചെറിയ സാലറിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡിപ്രഷൻ പോലെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. ജോബ് ഷിഫ്റ്റിംഗ് ആണ് അവർ ആദ്യം കാണിക്കുന്ന ഒരു ടെൻഡൻസി. ഒന്നിൽ നിന്ന് വേറൊരു ജോബിലേക്ക്, അതായിരിക്കും കുറെ കൂടെ നല്ലത്, അല്ലെങ്കിൽ മറ്റൊന്നായിരിക്കും കുറെ കൂടെ നല്ലത്. അങ്ങനെ നമ്മൾ പഠിച്ചതും നമ്മൾ ചെയ്യുന്ന ജോലിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് തോന്നുക, ഒന്ന് ഗൾഫിൽ പോയാൽ ചിലപ്പം രക്ഷപ്പെടും എന്ന് കരുതി ഗൾഫിൽ പോയി അവിടെയും പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ മെൻറ്റാലിറ്റിയുടെ ഒരു പ്രശ്നം തന്നെയാണ്. കാര്യം നമ്മൾ പഠിച്ച കോഴ്സിനെ BCom കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടോ, അല്ലെങ്കിൽ BBA പഠിച്ചുകൊണ്ട് ഡിഗ്രി കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യവും ഇല്ല എന്ന് വിത്തൗട്ട് എനി ഫാക്ട്സ് അല്ലെങ്കിൽ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് പറയുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിരിക്കുന്ന രീതിയാണ് ഇത്തരം കൺക്ലൂഷനിലേക്ക് അവർ എത്തിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു ജോബ് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ സെലക്ട് ചെയ്യപ്പെടണമെങ്കിലും അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒപ്പം തന്നെ നിങ്ങളെ ക്വാളിഫിക്കേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്ന വർക്ക് എന്താണോ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന സ്കിൽ സെറ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ റിവാർഡ് ചെയ്യപ്പെടുന്നത്. സോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്, അല്ലെങ്കിൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ BCom ആവട്ടെ അല്ലെങ്കിൽ BBA ആവട്ടെ, ആ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ സ്കില്ല് അക്യൂർ ചെയ്യുക. നമ്മൾ മാക്സിമം റിച്ച് ആവുക. ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു ഇൻ്റർവ്യൂവർ നമ്മളെ സർട്ടിഫിക്കറ്റിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് അപ്പാർട്ട് ഫ്രം നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറയും, ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എക്സൽ എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പം എക്സൽ അറിയോ എന്നൊരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും, ഇപ്പം ഞാനിപ്പോൾ ക്ലാസ് റൂമിലൊക്കെ കയറി ചിലപ്പം കുട്ടികൾ എക്സൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയുമെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അറിയാം. കാരണം എക്സൽ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച റോസ് ആൻഡ് കോളംസ് മാത്രമാണ്. ഒരുപക്ഷെ ഒരു പേറോൾ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്ത് ആവറേജ് കണ്ടുപിടിക്കാനോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ അറിയാം. നമ്മളൊരാളോട് പാട്ട് പാടാൻ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും അവരുടേതായ രീതിയിൽ പാട്ട് പാടുന്ന ആളുകളായിരിക്കും. പക്ഷെങ്കിൽ ഞാനിപ്പോൾ പറയണം, ഇപ്പോൾ ഇന്ന രാഗത്തിൽ ഒരു കീർത്തനം പാടുന്നു വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പുറകോട്ട് വലിയും. ഇതുപോലെ തന്നെയാണ് എക്സൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോഴ്സും. കാരണം അതിനെ വളരെ ഡീപ്പായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവരുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും അവരുടെ അനാലിസിസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സലിനെയാണ്. നമ്മളൊരു കമ്പനീൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് ആവട്ടെ, അവിടെയൊക്കെ എക്സലിൻ്റെ കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഇന്ന് നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എക്സലിനെ ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യമാണ്. ദെൻ BCom അല്ലെങ്കിൽ BBA നമുക്കറിയാം, ഇത് കഴിഞ്ഞാൽ എല്ലാ ആളുകളും സ്വപ്നം കാണുന്നൊരു ജോബ് ഒരു നല്ലൊരു അക്കൗണ്ടൻ്റ് ആവുക, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഡ്രീം ആയിട്ട് കാണുന്ന ആളുകൾ. കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ BCom ആണോ നിങ്ങൾക്ക് ഈ ജോബ് കുറച്ചും കൂടെ സ്യൂട്ട് ആവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ശരിയാണ്, ഇപ്പോഴും നിങ്ങൾക്ക് BCom കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പം കാലിക്കറ്റ് പോലെയുള്ള ഒരു സിറ്റി, അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള ഒരു സിറ്റി, അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജോബ് സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ BCom പഠിച്ച ആളുകളാണല്ലോ. പക്ഷേ ആ സാധ്യത, അതിൻ്റെ പ്രോബിലിറ്റി കൂടുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു പർട്ടിക്കുലർ സ്കിൽ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള എത്രത്തോളം നിങ്ങൾ എഫിഷ്യൻ്റ് ആണ്. ഇതാണ് നിങ്ങളുടെ ആ പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇവിടെ BCom കഴിഞ്ഞ ആളുകൾക്ക് ഒരു അക്കൗണ്ട്സ് ഫേമിൽ ജോലി കിട്ടും. വളരെ ചെറിയ സാലറിയിൽ പലപ്പോഴും നമ്മൾ പ്ലേസ്ഡ് ആവുന്നത് കാണാറുണ്ട്. വിദ്യാർത്ഥികൾ പ്ലേസ്ഡ് ആവുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് സാലറി ഒരു ചെറിയ
പാക്കേജ് ആവുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്ത് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ഡ്രോയിങ് സാലറി എത്രയാണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ എന്താണെന്നുള്ള യഥാർത്ഥത്തിൽ ആ ഒരു ഇൻ്റർവ്യൂവർക്ക് കിട്ടുന്നത്. അപ്പം എപ്പോഴും നമ്മളൊരു നല്ല സാലറിയിലേക്ക് പ്ലേസ്ഡ് ആവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സോ ബികോമുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് CFMB എന്ന് പറയുന്നത്. ഈ CFMB കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്ന ഒരാളെ അല്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സാലറിയിൽ പ്ലേസ്ഡ് ആവണം. ഞാൻ ബികോമിൽ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ലൊരു ഫേമിനകത്ത് നല്ലൊരു ജോബ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് CFMB എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഡ്രിവൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് എന്താണ് അവർക്ക് ഇപ്പോൾ വേണ്ടത്, അല്ലെങ്കിൽ നെക്സ്റ്റ് 10 yearsൽ അവരെന്താണ് ഒരു എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത ശേഷം ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും അക്കാദമിക് എക്സ്പേർട്സും ഇരുന്ന് തയ്യാറാക്കിയ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിലബസിലൂടെയാണ് CFMB വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഓരോ കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം അതൊരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണെങ്കിലും അക്കൗണ്ട്സിൽ നിങ്ങളിപ്പോൾ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ എന്താണ് ഒരു ABCD കണക്കുകളോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് കണക്കുകളോ ആയിരിക്കും ബികോംകാരൻ അല്ലെങ്കിൽ ബികോംകാരി ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സപ്പോസ് ABC സ്റ്റാർട്ടഡ് ബിസിനസ് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ CFMB എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെൻറ്റർഷിപ്പ്, കുട്ടികൾക്ക് കിട്ടുന്നൊരു മെൻറ്റർഷിപ്പ്, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പഠിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അവരുടെ ഒരു ഫേമിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാക്കുന്ന അക്കൗണ്ട്സിനെ അൾട്ടിമേറ്റ് ഇവാലുവേറ്റ് ചെയ്ത് അതിലെ മിസ്റ്റേക്സുകളെ അല്ലെ അതിലെ എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞത്. അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഫേമിൽ നമ്മൾ റിയൽ ഡാറ്റയിൽ കമ്പനികളുടെ ഡാറ്റയിലാണ് കുട്ടികൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ വളരെ പ്രധാനപ്പെട്ട ERP സോഫ്റ്റ്വെയർസും നമ്മൾ ഈ കോഴ്സിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അതൊരു ഷോർട്ട് ഡ്യൂറേഷനിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതേ നമ്മളിപ്പോൾ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എക്സൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എക്സലിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡീപ്പായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എക്സലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കോഴ്സിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ ഒരു ഇൻ്റർവ്യൂവറുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ 3 minutesൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ആ നല്ല സാലറിയിലേക്ക് നമ്മൾ പ്ലേസ്ഡ് ആവുകയുള്ളൂ. സോ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കില്ല് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനി നമുക്കൊരു ജോബ് റോളിലേക്ക് നമ്മൾ എത്തി, അവിടെ ജോബ് നമ്മൾ പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലേ. നമ്മളൊരു ജോബ് ലഭിച്ചു കഴിഞ്ഞു, ഒരു സ്റ്റുഡൻറ് കൾച്ചറിൽ നിന്ന് ഒരു എംപ്ലോയിയുടെ കൾച്ചറിലേക്ക് കുട്ടി മാറണം. സോ അതുകൊണ്ട് തന്നെ ഫിൻസ്കോമിനകത്ത് CFMB എന്ന് പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെയും നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യാറുള്ളത്, അവർ നമ്മുടെ എംപ്ലോയീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അവർ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റും ഒരു എംപ്ലോയി എങ്ങനെയാണോ ഒരു എംപ്ലോയറുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാറുള്ളത് അതുപോലെയാണ് അവർ പ്രസൻറ്റ് ചെയ്ത് വരുന്നത്. ദെൻ മോർ ഓവർ ഇപ്പം നമുക്കറിയാം ബികോം കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെയൊന്നും നിൽക്കാൻ കുട്ടികൾക്ക് യാതൊരുവിധ പ്ലാനും ഉണ്ടാവില്ല, അബ്രോഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം അക്കൗണ്ട്സിലും ഫിനാൻസിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിടത്തോളം അവർ ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുണ്ടെങ്കിൽ മാത്രമാണ് അവസരങ്ങൾ നമ്മളെ കയ്യിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസിനകത്ത് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവിടുത്തെ UAE വാറ്റും അതുപോലത്തെ ടാക്സേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ കോർപ്പറേറ്റ് ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ, ദെൻ ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് IFRS പോലെയുള്ള കാര്യങ്ങൾ കൂടെ കുട്ടികൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് തന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിസിറ്റിങ്ങിന് പോയിട്ട് ഒരു ജോബ് അക്യൂർ ചെയ്യുക എന്നൊക്കെ പറയുന്നവർക്ക് വളരെ ഈസി ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിലൊരു കാര്യം കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. കാര്യം നമ്മുടെ ആദ്യ ജോബ് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. ഞാൻ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക, ഞാൻ പഠിച്ച കാര്യങ്ങൾ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അവിടെ ചെയ്യേണ്ടി വരുമോ. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ടാലിയിലായിരിക്കും ഒരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സൊഹോയിലായിരിക്കും ഒരു ERP സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ പഠിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്, അത് എനിക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ഒത്തിരി ടെൻഷൻസ് ഉണ്ടാവും. പക്ഷേങ്കിൽ ഇവിടെ CFMB പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. കാര്യം അവിടെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഓൺ ജോബ് സപ്പോർട്ട് കൂടെ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു ജോബിലേക്ക് പോയി അവിടെ ഉണ്ടാവുന്ന ഡൗട്ട്സ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ്, അതൊക്കെ നമ്മളെ ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹെഡ് ചെയ്യുന്ന ഈ ഒരു ഫേമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ലഭിക്കും. സോ ഇത്തരം കോഴ്സിലൂടെ തന്നെയാവണം നമ്മൾ ആ സ്കില്ല് അപ്സ്കിൽ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്തരം വലിയ പോസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂ. അല്ലാതെ എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നിടത്തിൽ ഒരു ഇന്റർവ്യൂവർക്ക് ഒന്നും ചെയ്യാനില്ല. ആ ക്വാളിഫിക്കേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്കിൽ സെറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക, അത് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.